പുഴയിലെ അടിയൊഴുക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും അധികം ഭീതിപ്പെടുത്തുന്ന ഒരു വിഷയമായി നമ്മുടെ മുന്നിലേക്കുള്ളത്. ഏകദേശം വലിയ രീതിയിലുള്ള ഒഴുക്ക് തന്നെ അവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമുക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണുള്ളത്. പക്ഷേ ഇന്ന് മേജർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ഏതു വിധേനയും ഈ ഒരു ലോറി ഉയർത്തിക്കൊണ്ട് അർജുനെ അതിനുള്ളിലുണ്ടെങ്കിൽ അർജുനെ പുറത്തെത്തിക്കുമെന്ന് ഇന്നലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞതാണ്. സന്തോഷ് തുടരുന്നുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സന്തോഷ്, ഈ പുഴയിലെ ഒഴുക്ക്, ആ ഒഴുക്ക് തന്നെയാണ് നമുക്ക് ഏറ്റവും അധികം ഭീതി പരത്തുന്നത്. സന്തോഷം ഉണ്ട് അവിടെ പോലീസുകാരും ഒക്കെ അവിടെ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സന്തോഷ, അവിടേക്ക് പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ മാധ്യമങ്ങൾക്കുണ്ട് എന്നവർ പറഞ്ഞിട്ടുണ്ടോ? അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും അഞ്ജന, പോലീസിന്റെ നിർദ്ദേശം പാലിച്ച് നമ്മൾ ഇവിടെ നിന്ന് മാറുകയാണ്. ഇവിടെ നിന്ന് എല്ലാ മാധ്യമങ്ങളും എല്ലാം മാറണം. ഇവിടെ ഇന്ന് ഈ ദൗത്യസംഘത്തിലുള്ളവർക്ക് മാത്രമേ ഇവിടെയുള്ള തുടരാൻ അനുമതിയുള്ളൂ എന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ തന്നെ ഈ ദൗത്യ സംഘം തന്നെ ഇന്നലെ SP ഉൾപ്പെടെ പറഞ്ഞത് അതിന്റെ കൃത്യമായ ഇടവേളകളിൽ അതിന്റെ വിവരങ്ങളും ദൃശ്യങ്ങളും നൽകും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതാണ് ഈ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുക. ഏതായാലും നമ്മൾ ഇവിടെ ദിവസങ്ങളായി തുടരുന്ന 10 ദിവസമായി ഇവിടെ ഈ തുടരുന്ന തിരച്ചിലിൽ ഏറ്റവും നിർണായക ഘട്ടത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ മാറുന്നത്. കാരണം ഇന്ന് ദൗത്യ സംഘം വളരെ ഊർജിതമായി തന്നെ കാര്യക്ഷമമായി തന്നെ ഈ ദ്രുതഗതിയിൽ തന്നെ രാവിലെ ഈ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ആ ദൗത്യം ഇന്ന് വിജയകരമായി പൂർത്തിയാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ ദൗത്യ സംഘത്തിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അതേപടി അനുസരിച്ചുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഇവരോട് മാറാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇവിടെ നിന്നും മാറുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു കിലോമീറ്ററുകൾ മാറി ആണ് മാധ്യമ പ്രവർത്തകർക്ക് അതുവരെ മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. അവിടെ നിന്നും മറ്റ് വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ വിവരങ്ങൾ നൽകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആ വിവരം നൽകണം എന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു ഇന്നലെ തന്നെ SP യോട്. കാരണം കേരളം, ലോക മലയാളികൾ ഒന്നടങ്കം ഇവിടെ നിന്നുള്ള വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കേണ്ടതായിട്ടുള്ള മാധ്യമ ധർമ്മം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോലീസിനോട് ഇന്നലെ അഭ്യർത്ഥിച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് ആ വിവരങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നൽകണം എന്നുള്ള അഭ്യർത്ഥന നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് SP ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറും എന്നുള്ള കാര്യം ഇന്നലെ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇവിടെ നിന്നും നമ്മളിപ്പോൾ പിന്മാറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായും കൺട്രോൾ റൂം ഒരുക്കി ടെൻറ്റ് നിർമ്മിച്ചുകൊണ്ട് ആ ഉപകരണങ്ങളെല്ലാം തന്നെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. മെഷീൻ അവിടെ മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് നാവികസേന ബോട്ടിൽ ഈ നദിയിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഇന്നത്തെ ഒരു തിരച്ചിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ വൈകാതെ തന്നെ ഈ തിരച്ചിൽ പൂർത്തീകരിച്ച് അർജുൻ ഈ വാഹനത്തിന് ഉള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയോട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ നിന്നും നമ്മൾ മാധ്യമ സംഘം മടങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്നത്തെ ദൗത്യം ഏറ്റവും പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ധന്മാർ അവർ ഈ വാഹനത്തിനടുത്തേക്ക് എത്തി ഈ ട്രക്കിന് അടുത്തേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം. അതിനകത്തേക്ക് എത്തി നേരിട്ട് ആ ട്രക്ക് കണ്ട് ബോധ്യപ്പെട്ട് അതിനകത്ത് അർജുനുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതാണ് ഇന്നത്തെ ദൗത്യത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വാർത്തകൾക്ക് റിപ്പോർട്ടുകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. അത് ഇന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രതികൂല കാലാവസ്ഥയാണ്, ശക്തമായ കാറ്റുണ്ട്, മഴയുണ്ട്. മാധ്യമപ്രവർത്തകരോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് ഇനി എത്തിക്കാൻ സാധിക്കുമെന്നത് നമുക്കറിയില്ല. ഏറ്റവും ഒടുവിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മാധ്യമപ്രവർത്തകർ മറുകരയിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് പോകാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ നിർദ്ദേശം നമ്മളും പാലിക്കുകയാണ്. കാരണം അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രാധാന്യം. അതിന് നമ്മളെ ഒരു തടസ്സവും സൃഷ്ടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ പോലീസുകാരുടെയൊക്കെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്.